ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. ഇത് ഞാൻ നട്ടു വളർത്തിയിരിക്കുന്ന ഊതുമരമാണ്. ഇത് ഏകദേശം 15 വർഷമായ മരമാണ്. ഒരു മരമല്ല, ഇത് ഏകദേശം ഒരു 15ഓളം മരങ്ങളാണ് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മരത്തിന് ഏകദേശം ഒരു 40 ഇഞ്ചോളം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർഗാനിക്കായിട്ട് ഇനാക്കുലേഷൻ ചെയ്യാൻ പോവുക. കാരണം അതായത് ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ഫംഗസിനെ വരുത്തുക. ഈ ഒരു മരം കേടായെങ്കിൽ മാത്രമേ നമുക്കിത് വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മരം ഇങ്ങനെ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വില കിട്ടത്തുള്ളൂ. ഈ ഒരു മരം ഇപ്പം നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ബയ്യറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40,000 അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 50,000 രൂപ വരെ നമുക്ക് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇതിനെ നമ്മൾ ഇനാക്കുലേഷൻ ചെയ്ത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഇത് മരം കേടായി ഇതിനകത്ത് നിന്ന് നമ്മൾ കാതൽ, അതായത് ഇതിൻ്റെ ചിപ്സ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഓയിലും ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപയോളം വിലയുണ്ടാവും. കാരണം ഇത് നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യൻ ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം അത്രയും പ്യുവറായിട്ടുള്ള ഓയിൽ നമ്മുടെ ഇന്ത്യൻ ഓയിലിനുണ്ട്. അപ്പോൾ ശരിക്കും ഓയിൽ കൂടുതലായിട്ടും കിട്ടുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആസാമിലാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കർഷകർ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ഈ മരത്തിനെ പ്രോസസ്സ് ചെയ്ത് ഓയിലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഒരു മൂല്യത്തിലേക്ക് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകന് മികച്ച ഒരു ലാഭം കിട്ടുന്ന ഒരു കൃഷി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മരമാണ് ഊതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ശരിക്കും ഇതൊരു ജെല്ല് രൂപത്തിലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അന്ന് നട്ട ഒരു മരമായത്. ഇത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടില്ല. ഇതിൻ്റെ സൈസ് വളരെ ചെറുതായിട്ടോ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അക്വിലേറിയ ഫിലേറിയ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മരമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മളിത് കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണി കണ്ടെത്താനായിട്ട് വിദേശ രാജ്യങ്ങളിലടക്കം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തതിന് ശേഷമാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നാച്ചുറലി നമുക്ക് ഇനാക്കുലേഷൻ പ്രോസസ്സ് അതായത് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ആസാമിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നോ ഒരാളിനെ കൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന് ഏകദേശം ഒരു 12,000 രൂപ തൊട്ട് മുകളിലോട്ട് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു മരം നമ്മൾ യഥാർത്ഥ ഒരു ബയ്യറിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 40,000 അല്ലെന്നുണ്ടെങ്കിൽ 50,000 രൂപയായിരിക്കും അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മരത്തിന്. പക്ഷേ ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു 45 ലക്ഷം രൂപയാണ്. കാരണം ഒന്നെങ്കിൽ ഞാനിതിനെ ഓയിലാക്കും, അല്ലെങ്കിൽ ഇതിനെ ചിപ്സ് ആക്കിയതിന് ശേഷമായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 വർഷത്തെ എൻ്റെ അധ്വാനവും അതേപോലെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന എഫേർട്ടും എല്ലാം എനിക്ക് കിട്ടേണ്ട ഒരു പേയ്മെൻറ്റാണ്. പക്ഷേ ഒരു ഊത് കൃഷി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് എവിടെ കൊണ്ട് വിൽക്കും, എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പണം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ആളുകളും പറയും ഇതിന് ഇത്രയും വാല്യൂ ഉണ്ട്, ഇതിൻ്റെ ശരിയായ ഒരു ബയറിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്കിത് നല്ലൊരു മൂല്യമായിട്ട് ഇത്രയും നമ്മുടെ വർഷത്തെ അധ്വാനത്തെ നല്ലൊരു പണമാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. 60 സെൻറ്റിമീറ്റർ അകലം വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. 30 സെൻറ്റിമീറ്ററിലും ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ഇനാക്കുലേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ജെല്ലും ചെയ്യുന്നുണ്ട്. നമ്മൾ ജെല്ല ചെയ്യാൻ പോകുന്നത്. ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് 30x30 ഹോളുകൾ അടിച്ച ശേഷം അതിനകത്ത് ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡ്രിപ്പ് ഇടത്തില്ലേ, ആ രീതിയിൽ ലിക്വിഡ് ഇതിനകത്ത് അതായത് ഫംഗസ് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്ന് ഇതിനകത്തേക്ക് ലിക്വിഡ് രൂപത്തിൽ ഈ ഒരു മരത്തിന് കൊടുക്കുക. അപ്പോൾ അതിലും കൂടുതൽ എഫക്റ്റീവ് ജെല്ലായിരിക്കും. കാരണം ആ ജെല്ല് ആ മരത്തിൽ ഒരു 3 മാസത്തോളമെങ്കിലും അതിനകത്ത് ഇരിക്കും. അതിനകത്തേക്ക് മറ്റ് ജീവികളും പ്രാണികളൊക്കെ വന്ന് നമ്മുടെ മരത്തെ കേടുവരുത്തും. നാച്ചുറലായിട്ടുള്ള ഒരു ഫംഗസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ്. ആസാമിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് പഠിക്കാനായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇത് കണ്ടെത്തിയതാണ്. ഈ ഒരു മരത്തിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്പോട്ടുകളുണ്ട്. ഇതിനകത്ത് ഓൾറെഡി എന്തൊക്കെയോ ജീവികൾ വന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എവിടേക്കോ ചെറിയ ചെറിയ കേടുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കത്തില്ല നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു നല്ല സ്ഥിതിയിലിരിക്കുന്ന പ്ലെയിനായിട്ടിരിക്കുന്ന ഈ ഒരു സ്പോട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒരു ഹോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത, അതായത് ഇതിൻ്റെ ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ഹോൾ അടിക്കാവൂ. ഇത് 20 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. 40 അടുത്തത് ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലാതെ ഇതിൻ്റെ സൈഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉയരത്തിലോട്ട് അടുത്ത 60 സെൻറ്റിമീറ്റർ. ഒരു മരത്തിൽ നമുക്ക് 100 ഹോൾ വരെ അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പം ഹോൾ ചെയ്യാൻ പോവാം. ജസ്റ്റ് നോക്കിക്കോ.
ഹോൾ നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാ ഇതിന് 60 സെൻറ്റിമീറ്റർ മുകളിലായിട്ടുള്ള ഹോൾ നമ്മൾ അടിക്കാൻ പോകുന്നേ. ഈ പ്രോസസ്സ് നമ്മൾ ആദ്യമേ ഹോൾഡ് ചെയ്ത ഈ ഒരു മരത്തിനകത്തോട്ട് നമ്മൾ ഇതിൻ്റെ ജെല്ല് മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ശരിക്കും ഇതൊരു ജെല്ല് രൂപത്തിലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിനകത്തേക്ക് ഇതിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇത്. പക്ഷേ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏത് രീതിയിൽ ഇത് ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും സേഫായിട്ട് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു സിറിഞ്ചിൻ്റെ സഹായത്താൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ഹോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിന് സൈഡിലായിട്ടിട്ടത് ഇതിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മുകളിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ വളരെ കുറച്ച് മതിയാവും. കാരണം ഇതിനകത്ത് നമ്മളൊരു 3 സെൻറ്റിമീറ്റർ മാത്രമുള്ളൊരു ഹോളാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടേക്കുന്നത്. മഴ ഇല്ലാത്ത ഒരു കാലാവസ്ഥയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെറ്ററാണ്. കാരണം ഇത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒലിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് ഏത് കാലാവസ്ഥ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ ഇല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ശരി യഥാർത്ഥത്തിലുള്ള ഊത് ഏതാണെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കൈവശം ഇതിൻ്റെ തൈകളില്ല. തൈ വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മരത്തിൻ്റെ മുകളിലേക്കെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ പോവാം. ഈ ഒരു ഹോളിൻ്റെ സൈഡിലടിച്ചു. അടുത്തതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യുക. അങ്ങനെ നമ്മുടെ മരം കേടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളങ്ങ് പൊള്ളയായി മാറും. അതിനുശേഷം ഇതിൻ്റെ തടിയുടെ അവിടെ ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് പഴകും തോറും ഇതിൻ്റെ എന്താ പറയുന്നത് മൂല്യവും കൂടും. അപ്പോൾ ഓരോ 3 മാസം കൂടുന്തോറും നമ്മളിപ്പോൾ ഈ ചെയ്ത ഹോളിനകത്തെല്ലാം നമ്മൾ മെഡിസിൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആസാമിൽ നിന്നൊക്കെ ആൾ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫോളോ അപ്പിന് നമുക്കൊരു 10,000 രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6,000 രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും.